നിമിഷയെപ്പറ്റി പുതിയതായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് എന്ന് പറയുന്നത് ജൂലൈ 16-ന് ഒമാനിൽ നിമിഷയുടെ വധശിക്ഷ നടപ്പിലാക്കാൻ തീരുമാനിച്ചു എന്നുള്ള ഒരു കാര്യമാണ്. വളരെ സങ്കടകരമായിട്ടുള്ള ഒരു ന്യൂസാണ്. നിമിഷയുടെ കേസ് എന്താണെന്ന് അറിയാത്ത കുറേയധികം പേരുണ്ടായിരിക്കും. അവർക്ക് വേണ്ടി ഞാൻ എന്താണ് സംഭവം എന്ന് പറഞ്ഞുതരാം. നിമിഷ ഒരു നേഴ്സായിരുന്നു. ഒമാനിൽ ജോലിക്ക് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അവിടെ കുറച്ച് നാൾ വർക്ക് ചെയ്ത സമയത്ത് സ്വന്തമായിട്ടൊരു ക്ലിനിക്ക് തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ടായി. പക്ഷേ അവിടെ വിദേശികളായിട്ട് ഉള്ളവർക്ക് ഒരു ക്ലിനിക്ക് ഒന്നും തന്നെ തുടങ്ങാനുള്ള അനുവാദമില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, ഒരു പാർട്ട്ണറെ കണ്ടെത്തുന്നു. അത് ഒമാൻ പൗരനായിരുന്നു. പുള്ളിയുമായിട്ടൊരു ക്ലിനിക്ക് തുടങ്ങുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിനുശേഷം ഈ ഒരു പുള്ളി നിമിഷയുടെ കയ്യിലുണ്ടായിരുന്ന പാസ്പോർട്ടൊക്കെ വാങ്ങിച്ചു വെക്കുകയും അതുപോലെ തന്നെ നിമിഷയെ ഭയങ്കരമായിട്ട് രീതിയിൽ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എത്രമാത്രം നാട്ടിലേക്ക് പോകാൻ ശ്രമിച്ചിട്ട് പോലും നിമിഷയെ വെടിയൊന്നും തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എപ്പം നോക്കിയാലും ഉപദ്രവിക്കുക, അതുപോലെ തന്നെ ശാരീരികമായിട്ട് എല്ലാ രീതിയിലും ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. എത്രയൊക്കെ ശ്രമിച്ചിട്ട് നാട്ടിലേക്ക് വിവരം അറിയിക്കാനോ ഒന്നും പറ്റിയിട്ടില്ല. സിമ്മോ ഫോണോ ഒക്കെ, ഫോണെടുത്ത് സിമ്മിട്ട് വിളിക്കാനൊക്കെ തുടങ്ങുമ്പോൾ ഫോൺ പൊട്ടിക്കുക, സിമ്മ് വാങ്ങിച്ചാൽ അത് നശിപ്പിച്ച് കളയുക. അങ്ങനെ കുറേയധികം പ്രാവശ്യം ഈ ഒരു തലാൽ എന്ന് പറഞ്ഞ ഈ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ നിമിഷയോട് പെരുമാറി. അവസാനം ഈ ഒരു പാസ്പോർട്ടൊക്കെ തട്ടിയെടുക്കാൻ വേണ്ടി, അതായത് അത് എടുക്കാൻ വേണ്ടി ഈ ഒരു തലാലിന് കുറച്ച് മയക്കാൻ കൊടുത്ത ഒരു ഡോസ് കൂടുകയും അങ്ങനെ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഒമാനിൽ വെച്ചിട്ട് പോലീസ് നിമിഷ അറസ്റ്റ് ചെയ്യുന്നത്. ഒമാനിലെ ഒരു നിയമപ്രകാരം എന്ന് പറയുന്നത്, ഈ ഒരു മരിച്ച ആളുടെ കുടുംബം ഈ ഒരു പ്രതികളോട് ക്ഷമിക്കുകയാണെങ്കിൽ അവർക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നതായിരിക്കും. പക്ഷേ തലാലിൻ്റെ കുടുംബം അതിന് ഒരിക്കലും റെഡി ആയിരുന്നില്ല, ക്ഷമിക്കാനോ ഒന്നും തന്നെ റെഡി ആയിരുന്നില്ല. ഇപ്പോഴും ആ ഒരു കാര്യം നിമിഷയുടെ വീട്ടുകാരൊക്കെ ആ ഒരു കുടുംബത്തോട് സംസാരിക്കുകയെല്ലാം ചെയ്തിട്ട് പോലും ഇതുവരെ അവർ റെഡി ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ജൂലൈ 16-ന് ഇതേ കണക്ക് വധശിക്ഷയ്ക്ക് വിധിച്ചു എന്നുള്ളൊരു കാര്യമാണ്. പലരും നമ്മുടെ കേരളത്തിൽ നിന്നൊക്കെ ഇതിനൊക്കെ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, അത് മാറ്റി വെപ്പിക്കാൻ വേണ്ടി. പക്ഷേ ഇതുവരെ ഒന്നും നടന്നിട്ടില്ല.